ഇവിടെ ഒരു ഉദ്ദേശം ഇവർക്ക് ഉണ്ടാവും, നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, പരിപാടിയുടെ ഉദ്ദേശം ആളുകൾക്ക് സംശയം തീർക്കുക എന്നതാണ്. ഇവിടെ ഇപ്പോ തുടക്കത്തിൽ ഉദാഹരണവും ഞാൻ പറഞ്ഞു. അഥവാ ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്ക് നിലനിർത്താൻ കഴിയില്ല. മാഹി മുഖാമുഖത്തിലടക്കം ഇവരെ ശൈലിയിൽ തന്നെ ഞാൻ ചോദിച്ചതിന് മറുപടിയായില്ല. അതാ പിന്നെ പേരോട് ഉസ്താദ് പറഞ്ഞത്, അബൂജാലും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. കാരണം 2 ഉജത്ത് പറഞ്ഞ ചന്ദന 2 പിളർപ്പാക്കിയപ്പോ അന്നെ ഉജത്തല്ല സിഹാണ്. ഈ ശൈലിയാണ് സ്വീകരിക്കുന്നത്. സത്യത്തിൽ ഇവർ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായി എന്റെ സുഹൃത്തുക്കൾ ഇവിടെ മറുപടി കഴിഞ്ഞിട്ടുണ്ട്. അഥവാ ആദ്യം ചോദിച്ച ചോദ്യം ഇങ്ങനെ വല്ല തെളിവും ഉണ്ടോ ചോദിക്കാൻ എന്നാണ്. അതാണ് വൈദസ്തസ്കാവ് ആയത്ത് ഓതിയത്. ഈ ആയത്ത് സമർത്ഥിക്കാൻ വേണ്ടിയാണ് തർക്കത്തിരിക്കുന്ന ഇസ്തിഹാസ ഏതാണെന്ന് പറയാൻ കുഞ്ഞിതും അതിന്റെ പുസ്തകം വായിച്ചത്. സത്യത്തിൽ ഇത് തള്ളാൻ പറ്റാത്തത് കൊണ്ട് അവർ കുറെ ഉരുണ്ട് കളിച്ചു. ആദ്യം പല്ലില്ലാത്തവരെ വായിൽ ഇറച്ചി ഉടുങ്ങിയതുപോലെ അത് വിഴുങ്ങാനും വയ്യ, കാരണം ദഹനക്കേടുണ്ടാവും. തുപ്പാനും വയ്യ, കാശ് കൊടുത്ത് വാങ്ങിയതാ. പിന്നെ അങ്ങനെ മുതുമ്പല ഇതേപോലെ കുറെ നേരം ഉരുട്ടി കളിച്ചു. എന്നിട്ട് സുഹൃത്തിന്റെ ശബ്ദം, ഓരോരുത്തർക്ക് ഓരോ ശബ്ദം ഉണ്ടാവുക, ആ ശബ്ദം കൂടരുത്, കണ്ണു ഉച്ചേറ്റ് എന്നൊക്കെ പറഞ്ഞ് ബേജാറാക്കി. പിന്നെ ഇനി ആരാൾക്ക് കഴിഞ്ഞ് അടുത്താൽ നീച്ചുന്നോട്ടെ, അത് മറ്റേക്കുള്ള തൗത്യത്തായതെന്ന് പിന്നെ നമുക്ക് തിരിഞ്ഞ്, അതായത് അവർക്കത് വായിച്ചോണം, ഒരാൾ കഴിഞ്ഞിട്ടുണ്ട്, അതാദ്യം പറഞ്ഞാൽ പോലെയുണ്ടോ. നമ്മൾക്ക് അങ്ങനെ നിബന്ധനയൊന്നുമില്ല, ഒരാളെ ചോദിക്കാവൂ മറ്റേ ആൾ, അങ്ങനെ നമുക്ക് നേരം വെളുക്കുന്ന നേരെ ഇരിക്കാനുള്ള തയ്യാറെടുപ്പിലാവുന്നത്. ഒരു ചോദ്യം എങ്ങനെ പരിപാടിയാണ്, ഞങ്ങൾക്ക് ലിമിറ്റുള്ളല്ലോ ആഹൃത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് സംശയം എത്ര ഉണ്ടാവാൻ ചോദിക്കണം വെച്ചത്. അപ്പൊ ഏതായിരുന്നാലും ശരി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒച്ചടലും കണ്ണുറ്റലും നല്ല വിഷയം. അത് പറഞ്ഞാൽ പിന്നെ ഒച്ചിട്ട് കണ്ണുറ്റി, അതൊന്നും അത് ഓരോരുത്തരുടെ ശൈലിയാണ്. അതെന്റെ ശൈലിയാവൂല, നിങ്ങൾ ശൈലി എനിക്ക്. പക്ഷെ വിഷയം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ടോന്നാണ്. അപ്പൊ തർക്കം എന്തെന്ന് ബോധ്യപ്പെടുത്താൻ ആണ് കുഞ്ഞിതുമാരുടെ പുസ്തകം വായിച്ചത്. അതവര് വ്യംഗ്യമായി സമ്മതിച്ചു. അത് തർക്കമാണോ അല്ലെന്ന് പറയുന്നു പറഞ്ഞപ്പം ഇങ്ങനെയിരുന്നു. അവസാനം എടുത്ത് വായിച്ചപ്പോ നമ്മൾ മനസ്സിലാക്കി അവരത് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും തുറന്നു പറയാൻ മനസ്സ് കിബിറ് സമ്മതിക്കുന്നില്ല. ഏതായിരുന്നാലും ജനങ്ങൾക്കത് മനസ്സിലായി. രണ്ടാമത് ആയത്ത് ചോദിച്ചപ്പോൾ സുഹൃത്ത് ആയത്ത് ഓതി. ആ ആയത്തിൽ ഇടയിൽ ചോദ്യം ചോദിച്ച മൂസ മൗലവി തന്നെ സമ്മതിച്ചു മൂസാനബിന്റെ കയ്യിൽ വടിയുണ്ടെന്നൊക്കെ അവർക്ക് അറിയാലോ. അപ്പൊ സീഡി മറിച്ചിട്ടപ്പോ കേൾക്കാൻ വെക്കി. അപ്പൊ വടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ചോദ്യമെങ്കിൽ അതിന്റെ അർത്ഥം അത് കൂൾബാറുകാരോട് വെള്ളം ചോദിക്കുമ്പോഴല്ലാന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ച ന്യൂട്ടന്റെ ബുദ്ധിയൊന്നും അതിന് ആവശ്യമല്ല. പക്ഷേ നിങ്ങൾ തനിച്ച ഒരു ലോക്കൽ ബുദ്ധി ആകാതിരുന്നാൽ മതി. എന്റെ മൂസാ നബിയോട് ചോദിക്കുന്നത് മോചിതത്ത് കൊണ്ടാണ് എന്ന സൂചന അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ എടുത്തുദ്ധരിക്കുകയാണ്. എന്തുകൊണ്ട്? മടി മൂസാ നബിയുടെ കയ്യിലുണ്ടല്ലോ, പോട്ടെ. ഇനി അത് അദ്ദേഹം പറഞ്ഞത് അബദ്ധമായി പോയി പിൻവലിക്കുകയാണോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് എന്താണ്? അള്ളാഹിനോട് ദുആ ചെയ്യാൻ. അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോ അള്ള പറയണതോ ഒരു കാര്യം ചെയ്ത മൂസേ വേഗം കിണർ കുഴിച്ചോ എന്നല്ല, പിന്നെ കയ്യിൽ വടിയുണ്ടല്ലോ ആ വടി ഉപയോഗിച്ചുകൊണ്ട് പാറ കളിച്ചോളൂ എന്നാണ്. അവ മൂസാ നബിക്കും മനസ്സിലായി, അള്ളാഹുവിനും മനസ്സിലായി, അത് ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് ശരിക്കും അഭൗതിക മാർഗത്തിലൂടെ തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ സഹായിച്ച് വെള്ളം കൊടുത്തത്. പിന്നെ ലാസ്റ്റ് കള്ളിക്ക് അവർ ചോദിച്ചത് ഭൗതിക അഭൗതികം എന്ന് പറയണമെന്നാണ്. അതെന്റെ സുഹൃത്ത് തുറന്നെ പറഞ്ഞു അഭൗതികാണ്. അപ്പൊ ചോദിച്ച ചോദ്യത്തിനൊക്കെ മറുപടി തുറന്ന ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വായിച്ചത് തർക്കത്തിന് പുസ്തകം വായിച്ചിട്ടുണ്ട്. അതുപോലെ അത് ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ ഉദ്ദേശം കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ. അപ്പൊ ഇനി അടുത്ത ആൾ ചോദ്യം ചോദിക്കും, മറ്റൊരു വിഷയം ചർച്ച ചെയ്യും, നമ്മളെ മുഖാമുഖം വിജയിക്കും. അഥവാ മുഖാമുഖത്തിൽ കൂടുതൽ സംശയങ്ങൾ തീർന്നാൽ പിന്നെ വഹാബിസത്തിന്റെ തലയിൽ നിന്ന് മയ്യത്തിന്റെ തലയിൽ നിന്ന് പേനിറങ്ങും പോലെ ഇറങ്ങുന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ തന്നെ ജിന്ന് ശൈത്താനൊക്കെ ആ മറിഞ്ഞ ഭാഗത്തിലൂടെ താൻ ചോദിക്കരുത് പറഞ്ഞ ആൾക്കാർ അല്ല പെട്ടെന്നാണ് തള്ളി വിടുമ്പം വാഹനത്തിന് മുമ്പൊക്കെ പോയാൽ തന്നെ നമ്മൾ ജിന്ന് സ്റ്റോക്ക് നല്ലതാ, എപ്പോഴും ഒരു ജിന്നിന്റെ ഹെൽപ്പ് നമുക്ക് നല്ലതാ എന്ന് പറഞ്ഞ് ജിന്നിനോട് സഹായം ചോദിക്കാനുള്ളവർക്കും സിഗിട് പഠിക്കൂല പറഞ്ഞ ആൾക്കാർ ഇപ്പൊ പഠിക്കുന്നുള്ളവർക്കും മന്ത്രം തന്ത്രം കന്ത്രം തന്നെ കളിയാക്കിയ ആളുകൾ ഇപ്പം എന്താക്കണം, മന്ത്രിക്കണം, ഓതിയാ പോരാ ഊതി കൊടുക്കണം എന്നൊക്കെ പ്രസംഗിക്കുന്നിടത്തൊക്കെ എത്തിയത് കൊണ്ട് അണികൾ ഇപ്പൊ ലൂസായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അതുകൊണ്ട് പിടിച്ചു നിർത്താൻ പരമാവധി ഒരു ചോദ്യത്തിൽ തന്നെ ഇട്ട് ഉരുട്ടുക എന്ന കുരുട്ട് ന്യായമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ചോദിച്ച ചോദ്യത്തെ ആയത്തോതിയിട്ടുണ്ട്, വായിച്ചതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട്, അപഭൗതികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് തെളിവാ പറഞ്ഞത് ആമാണ്. ഭൗതികവും പെടും അഭൗതികവും പെടും. ആമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് മൊത്തത്തിലാണ് എന്ന് പറഞ്ഞാൽ ഭൗതികവും പെടും അഭൗതികവും പെടും. അത് അതിന്റെ നിദാന ശാസ്ത്രപ്രകാരം അസീസ് ഉസ്താദ് ഇവിടെ പറഞ്ഞു. ഇനി ഇല്ലെങ്കിൽ ആമല്ല, അതിനെ ഖാസാക്കണമെങ്കിൽ അതിന് തെളിവ് അവർ കൊണ്ടുവരണം. ആ തെളിവ് പറയാത്ത കാലത്തോളം ആ ചോദ്യത്തിന് മറുപടിയായിട്ടുണ്ട്. പിന്നെ മറുപടി ആയിട്ടുണ്ടെന്ന് സമ്മതിക്കാൻ പ്രയാസമുണ്ടാകും. പക്ഷെ പൊതുജനങ്ങളത് മനസ്സിലാക്കണം എന്ന് ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുക. അതെ, മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ എന്ന് ചോദിച്ചത് ഭൗതികമാണോ അഭൗതികമാണോ എന്നല്ല. കാരണം എന്താ അറിയോ, കുഞ്ഞീത് മദീനയുടെ പുസ്തകത്തിലുള്ളത് ഭൗതികം അഭൗതികം എന്നല്ല, മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ പറയണം വെള്ളത്തിന് ചോദിക്കൽ മനുഷ്യ കഴിവിന് അതീതമാണ് എന്ന് നിങ്ങൾ പറ, എന്നതിന്റെ ബാക്കി ഞങ്ങൾ ചോദിക്കാം. വെള്ളത്തിന് ചോദിക്കൽ, ഇപ്പൊ ഞങ്ങൾ ഇവിടെ വെള്ളത്തിന് ചോദിച്ചല്ലോ, അത് മനുഷ്യ കഴിവിൽപ്പെട്ടതല്ല, അതിനതീതമായ കാര്യമാണ് എന്നാണോ നിങ്ങളെ മറുപടി? അതൊന്ന് വ്യക്തമായിട്ട് പറയാം. നിങ്ങൾ അന്നേരം പറയുന്ന മറുപടി എന്നറിയോ, ഭൗതികമാണോ അഭൗതികമാണോ രണ്ടും കൂടിയാണ് ആമാണെന്ന. അതല്ല ചോദ്യം. ഞാനിത് ചോദിച്ചില്ല, എഴുതി പിടിച്ചിട്ട് തന്നെ ചോദിക്കുന്നത്, എന്നോട് തെറ്റിപ്പോയിട്ടില്ല. മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ? ആ വെള്ളത്തിൽ ഉത്തരത്തിൽ ഇവിടെ തർക്കമില്ല. അതായത് മൂസാ നബി ഉത്തരം ചെയ്തല്ലോ അവർക്ക് പാറയ്ക്ക് വടിയടിച്ചിട്ട്, അതിനല്ല ഇവിടെ തർക്കം, ചോദ്യത്തിലാണ് തർക്കം. നിങ്ങൾ ചോദ്യമാണ് കൗമ് ചോദിച്ചതിനെ പറ്റി ഞങ്ങൾ പറഞ്ഞത്. ആ ചോദ്യം തർക്കത്തിലില്ല. കാരണം എന്താ അറിയോ, അത് മനുഷ്യ കഴിവിൽപ്പെട്ട വിഷയമാണ്. ഒരാളോട് വെള്ളത്തിന് ചോദിക്കുക, ഭക്ഷണത്തിൽ ചോദിക്കുക, പൈസയ്ക്ക് ചോദിക്കുക, ഇതൊക്കെ മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യമാണ്. അതിൽ തർക്കമില്ല. മനുഷ്യ കഴിവിൽപ്പെട്ടതാണോ അല്ലയോ വെള്ളത്തിന് ചോദിക്കൽ? അത് നിങ്ങൾ ഏസോർണോ പറ, മനുഷ്യ കഴിവിൽപ്പെട്ടതാണോ അല്ലയോ? അത് പറയുങ്ങൾ. മനുഷ്യ കഴിവിന് അതീതമോ വിധേയമോ എന്നതിന്റെ മറ്റൊരു പ്രയോഗമാണ് ഭൗതികം അഭൗതികം. ആ ഭൗതികം അഭൗതികം എന്നുള്ളത് ഇവിടുന്ന് മാത്രം പറഞ്ഞല്ല, നിങ്ങളും പറഞ്ഞിരുന്നു. നിങ്ങളും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അയിമപ്പ പുടുത്തല്ല എന്ന് കണ്ടപ്പോ ഇങ്ങോട്ട് തന്നെ ചാടി. ഭൗതിക ഭൗതികം അല്ല, അതല്ലൊരു ചോദ്യത്തിൽ അതീത വിധത്തിന്റെ നാർത്തങ്ങൾ എന്തിനാ പറഞ്ഞത്? അപ്പൊ നാർത്ത പറഞ്ഞ മറന്നോ? ന്യൂട്ടന്റെ ബുദ്ധി വേണ്ട, നമുക്കെന്താ പൂളക്കൂട്ടാൻ നിന്നുള്ള ബുദ്ധി മതി. നാർത്ത ഭൗതികം അഭൗതികം നോലെന്നെ പറയാം. അത് കൂട്ടൂല, കാരണം എന്താ അയിമപ്പെടുകയാണ്. അപ്പൊ ഭൗതികത്തിനും അഭൗതികത്തിനും പുടുത്തല്ല എന്നപ്പോ അതീതാണോ വിധേയമാണോ? അതീതമാണോ വിധേയമാണോ ചോദിക്കുമ്പോ അത് ആമാണ്. അതീതവും വിധേയവും ഒക്കെ പെട്ടു. ആമാണ് അല്ല ഖാസാണ് എന്ന അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ തെളിവുണ്ടെന്നാ പറഞ്ഞത്. അത് ആമാണോ ഖാസാണോ? അതീതവും വിധേയവും ഒക്കെ പെട്ടു. അതീതവും വിധേയവും അഥവാ ഭൗതികവും അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് മറ്റൊരു പ്രയോഗം. അങ്ങനെ ഈ ഭൗതിക അഭൗതികം എന്താണ്? സുന്നിയുടെ ഉക്കില കാണുക അല്ല, മുജാഹിദിന്റെ ഉക്കില. ഭൗതികം അഭൗതികം എന്നുള്ളത് കാണല് മുജാഹിദിന്റെ ഉക്കില. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം വിധേയം എന്നുള്ളത് മുജാഹിദിന്റെ ഉക്കില. അപ്പൊ അതീതമാണോ അല്ലേ എന്നുള്ള ചോദ്യവും ഭൗതിക അഭൗതികം എന്നുള്ള പ്രയോഗം നിങ്ങൾ തന്നെ നടത്തിയതാണ്. ആ നടത്തിയ നിങ്ങളുടെ ശൈലിയിൽ തന്നെ മറുപടി പറഞ്ഞതാണ്. ചോദ്യം ആമാണ്, എല്ലാം അതിൽ ഉൾക്കൊള്ളും എന്ന് മാത്രം. ചോദ്യം ആമാണ്, അതിൽ എല്ലാം ഉൾക്കൊള്ളും എന്ന് മാത്രം. ചോദ്യം ആമാണ്, എല്ലാം ഉൾക്കൊള്ളും. അപ്പോ ചോദ്യം ആമാണ്, എല്ലാം ഉൾക്കൊണ്ടു. ചോദ്യം ആമാണ്, എല്ലാം ഉൾക്കൊണ്ടു. നേരത്തെ ഈ സഹോദരൻ പറഞ്ഞു അത് ഭൗതികമാണ്, ഈ സഹോദരൻ പറഞ്ഞു ഭൗതികമാണ്. അപ്പൊ സ്വാഭാവികമായി ചോദിച്ചു ഖാസാക്കാനുള്ള തെളിവെന്താണ്, പ്രത്യേകമാക്കാനുള്ള തെളിവെന്താണ്? നിങ്ങളതിന് മറുപടി പറഞ്ഞിട്ടില്ല. മനുഷ്യ കഴിവിന്റെ അതീതമായതും അല്ലാത്തതും ഒക്കെ ഇസ്തിഖ്റാർപ്പെട്ടു. അതീതമായതും അല്ലാത്തതും ആമാണ്. ആ ആമോ ഖാസോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ നേരത്തെ മറുപടി പറഞ്ഞിട്ടില്ല. ആമാണോ ചോദിച്ചക്ക് ആന്ന് പറഞ്ഞു, പിന്നെ ആണോ എന്ന് ചോദിച്ചക്ക് എന്താ പറയണ്ട് ആലോചിക്കാങ്ങള്. അപ്പൊ ആമാണ് എന്നത് വളരെ വ്യക്തമാണ്, അതിന് തെളിവ് വളരെ വ്യക്തമാണ്. ഖാസാണ് എന്നതിൽ നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം.